അപ്പം നമുക്ക് മക്കളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യൂബിക് നമ്പേഴ്സിനെ പറ്റിയിട്ടാണ്. ഇതുവരെ നമ്മൾ സ്ക്വയർ നമ്പേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഷേപ്പും കൂടിയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ക്യൂബിക് എന്ന് പറയുന്നത് ഒരു ക്യൂബ് ഷേപ്പ് ആണ് അല്ലേ. ക്യൂബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു ഷേപ്പിനെയാണ്. റുബിക്സ് ക്യൂബ് ഓർമ്മയില്ലേ? അപ്പം ആ സാധനത്തിനെ പറ്റിയിട്ട് തന്നെയാണ്, ആ സാധനത്തിൻ്റെ ഷേപ്പിനെ പറ്റിയിട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ക്യൂബിക് നമ്പേഴ്സ് തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ ക്യൂബ് എന്ന് പറയുന്നത്? അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ പറയണത് ക്യൂബ് ഫ്രം ജോമെട്രി നമുക്കറിയാം ക്യൂബ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലുള്ള സാധനമാണ്. ഇതുവരെ നമ്മൾ സ്ക്വയറിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് ഉള്ള ഒരു സാധനമാണ്. ഇതൊരു യൂണിറ്റ്. ഈ രണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് ഉള്ളത്. ഇപ്പോൾ ഒരു മെഷർമെൻറ്റും കൂടി കിട്ടി, അതിൻ്റെ ഇതുപോലത്തെ ബാക്കിലേക്ക് പോണ ഒരു, അതായത് 3D ഷേപ്പിലുള്ള ഒരു മെഷർമെൻറ്റും കൂടി നമുക്ക് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഒരു ക്യൂബായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ക്യൂബ് ഉണ്ടാവും? 2 സെൻറ്റിമീറ്ററിൻ്റെ സൈഡുള്ള ക്യൂബിൽ എത്ര ക്യൂബ്സ് ഉണ്ടാവും? ഇത് നിങ്ങൾക്ക് എണ്ണി നോക്കിയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഇതിൽ 8 ക്യൂബ്സ് ഉണ്ടായിരിക്കും. എത്ര ക്യൂബ്സ് ഉണ്ടായിരിക്കും ഒന്ന് നോക്കാം നമുക്ക്. ഇതൊരു ക്യൂബ് അല്ലേ, ഇതൊരു ക്യൂബ്, 3, 4. ഇതുപോലത്തെ 4 ക്യൂബ് മുന്നിലുണ്ട്, 4 ക്യൂബ് ബാക്കിലും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 8 ക്യൂബ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരു സൈഡ് 3 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യൂബ് സ്ട്രക്ചറും കൂടി ആയി വരും, താഴെയും ഒരു സ്ട്രക്ചർ വരും. അങ്ങനെയാകുമ്പോൾ 3 സെൻറ്റിമീറ്ററുള്ള ഒരു ക്യൂബിന് എത്ര 1 സെൻറ്റിമീറ്ററുള്ള ക്യൂബ് ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കിവിടെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ 3 സെൻറ്റിമീറ്റർ, ടോട്ടൽ 3 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ക്യൂബിക്കൽ സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ എത്ര ക്യൂബ് ഉണ്ടായിരിക്കും? ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ഇവിടെ ഉണ്ടാവും. ഈ ഒരു ഇതും 9 ക്യൂബ്സ് ഉണ്ടാവും ബാക്കിൽ. അത് കഴിഞ്ഞ് ബാക്കിൽ അതിൻ്റെ സെയിം പാരലായിട്ട് ബാക്കിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ 3 ടൈംസ് 9 അല്ലേ, അതായത് 27 ക്യൂബ്സ് ഉണ്ടായിരിക്കും ഇതിന്. നമ്മൾ ഈ ഒരു നമ്പേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 1 സെൻറ്റിമീറ്ററുള്ള ക്യൂബിന് 1 ക്യൂബ്, 2 സെൻറ്റിമീറ്ററുള്ള ക്യൂബ് സ്ട്രക്ചറിൽ എത്ര സ്മോൾ ക്യൂബ്സ് ഉണ്ട്? 8 സ്മോൾ ക്യൂബ്സ്. പിന്നെ 3 സെൻറ്റിമീറ്റർ ക്യൂബ് സ്ട്രക്ചറിൽ 27 സ്മോൾ ക്യൂബ്സ് ഉണ്ട്. ഇങ്ങനെ ഒരു നമ്പർ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ പെർഫെക്റ്റ് ക്യൂബ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഓരോ നമ്പേഴ്സും നമുക്ക് കിട്ടുന്നത് അതിനെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തതാണ്. അതായത് 1നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് 1 ക്യൂബ് അല്ലെങ്കിൽ 1 എന്നുള്ള ആൻസർ കിട്ടി. ഒരു ക്യൂബ്, അത് മുന്നിൽ നമ്മുടെ ഫസ്റ്റ് സ്ട്രക്ചർ 1 ക്യൂബ്, ദിസ് വൺ. നൗ 2നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 ടൈംസ് 2 ടൈംസ് 2, ഇത് 8 ക്യൂബ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ കിട്ടി. ഇനി 3നെ 27 3 ടൈംസ് 3 ടൈംസ് 3 ഇത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 27 ക്യൂബ് സ്ട്രക്ചർ, 27 സ്മോൾ ക്യൂബ്സ് കിട്ടി. അപ്പോൾ ക്യൂബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 പ്രാവശ്യം ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ n ഏതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ n ടൈംസ് n മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് n ക്യൂബ് എന്നുള്ള ഒരു ജനറൽ ഇക്വേഷൻ കിട്ടും. നൗ ടെൽ മീ, ഈസ് 9 എ ക്യൂബ്? 9 ഒരു ക്യൂബാണോ? നമ്മൾ കണ്ടതാണ് 2 ടൈംസ് 2 ടൈംസ് 8 ആണ് ഒരു ക്യൂബ്. 9 ഒരു ക്യൂബ് അല്ല. പിന്നെ അത് കഴിഞ്ഞ് 3ൻ്റെ ക്യൂബ് 27 ആണ്. This shows that 9 is not a perfect cube. 9 is not a perfect cube, nor is any number from 10 to 26. അതായത് 8 കഴിഞ്ഞിട്ടുള്ള 9, 10 ഒരു 9ഉം അല്ല 10ഉം അല്ല, പിന്നെ 26 വരെയുള്ള ഇതിനിടയിലുള്ള ഒരു നമ്പറും പെർഫെക്റ്റ് ക്യൂബ് അല്ല. Our next question, can you estimate the number of unit cubes in a cube with an edge length of 4 units? അപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം എത്ര യൂണിറ്റ് ക്യൂബ്സ് ഉണ്ടായിരിക്കും ഒരു 4 യൂണിറ്റ് ഉള്ള ഒരു ക്യൂബിൻ്റെ സ്ട്രക്ചറിൽ. ഒരു 4 യൂണിറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര സ്മോൾ ക്യൂബ്സ് ഉണ്ടായിരിക്കും.
അതിന് നമ്മൾ കാണേണ്ടത് എന്താ? 4 ടൈംസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ക്യൂബ് ഈസ് ഈക്വൽ ടു, ഇതിന് നമ്മൾ 4 ക്യൂബ് എന്നാണ് പറയുക, അല്ലെങ്കിൽ 4 ടു ദ പവർ ഓഫ് 3 എന്നും പറയും. 4 ടൈംസ് 4 16 ടൈംസ് 4 64 ഇസ് ദ ആൻസർ. അപ്പോൾ ടോട്ടൽ 64 ക്യൂബ്സ് നമുക്ക് 4 യൂണിറ്റ് ഉള്ള ഒരു ക്യൂബ് സ്ട്രക്ചറിൽ ഉണ്ടാവും. 64 സ്മോൾ ക്യൂബ്സ് ഉണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ ഒരു 5 യൂണിറ്റ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ, 5 യൂണിറ്റ് ഉള്ള ഒരു ക്യൂബിക്കൽ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര സ്മോൾ ക്യൂബ്സ് ഉണ്ടായിരിക്കും? അതിന് നമ്മൾ ചെയ്യണത് 5 ക്യൂബാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ടൈംസ് 5. അപ്പോൾ എത്രയായിരിക്കും? 25 ടൈംസ് 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 125 ഇസ് ദ ആൻസർ. So, in general, for any number n, we write the cube n times n as n cube. n cube നമ്മൾ എഴുതും. ഇനി നമുക്ക് ഒരു കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്ക്വയറിൻ്റെ നമ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ 1 ക്യൂബ് എത്രയാ? 1 നമ്മൾ എഴുതി. 2 ക്യൂബ് 8 കണ്ടുപിടിച്ചിരുന്നു. 3 ക്യൂബ് 27, 4 ക്യൂബ് 64, 5 ക്യൂബ് 125. ഇനി 6 ക്യൂബ് 6 ടൈംസ് 6 36 ടൈംസ് 6 ദാറ്റ് ഈസ് 217. ഞാനിവിടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 7 ക്യൂബ് 49 ടൈംസ് 7 343. Now 8 cube 64 times 8 512. 9 cube 9 times 9 81 times 9 729. Now 10 times 10, how many times? 3 times തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1000. ഇവിടെ നമുക്ക് 3 സീറോസ് ആണ് ലാസ്റ്റ് വന്നത്, നോട്ടീസ് ചെയ്തോളൂ അത്. 11 to the power of 3, 11 cube 1331, 12 cube 1728, 13 cube 2197, 14 cube 2744, 15 cube 3375, 16 cube 4096, 17 cube 4913, 18 cube 5832, 19 cube 6859, and we have 20 cube 2 into cube 8. പിന്നെ 0 വരുമ്പോൾ ക്യൂബ് വരുമ്പോൾ 3 zeros, അങ്ങനെ 8000. ഇനി നമുക്ക് സ്ക്വയറിൽ നോക്കിയ പോലെ തന്നെ നമുക്ക് നോക്കാമല്ലോ. വാട്ട് പാറ്റേൺസ് ഡു യു നോട്ടീസ് ഇൻ ദ ടേബിൾ അബവ്? എന്തെങ്കിലും പാറ്റേൺസ് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ 2 സ്ക്വയേഴ്സിൻ്റെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതും ഡിസ്കസ് ചെയ്യാം. Now we know that 0, 1, 4, 5, 6, 9 are the only last digit possible for squares. What are the possible last digit for cubes? ഇവിടെ ക്യൂബ്സിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതൊക്കെയാണ്? ഒന്ന് 1 ആണ്, 8 ആണ് അല്ലേ, 7 ആണ്, 4 ആണ്, 5 ആണ്, 6 ആണ്. എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ ഇതിന്? 3 ആണ്, 2 ആണ്, 9 ആണ്. നോക്കിയേ, 1, 2, 3, 4, 5, 6, 7, 8, 9 എല്ലാ നമ്പേഴ്സും ആണ്, 0യും ആണ്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പാറ്റേൺ നമുക്ക് പറയാൻ പറ്റില്ല. ഈ നമ്പേഴ്സൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലേ ആവുള്ളൂ. ഇതിലെല്ലാ നമ്പേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ലാസ്റ്റ് നമ്പർ വന്നില്ലെങ്കിൽ അത് ക്യൂബ് ആയിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ പറയാം, 1 ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ 1ൻ്റെ ക്യൂബ് ആവാൻ സാധ്യതയുള്ളൂ. 2 ലാസ്റ്റ് വന്ന് 2ൻ്റെ ക്യൂബ്, അല്ലെങ്കിൽ 8 ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ 2ൻ്റെ ക്യൂബേ ആവാൻ സാധ്യതയുള്ളൂ. പിന്നെ 3ൻ്റെ ക്യൂബ് 7 ആണ് ലാസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 3 വന്നു കഴിഞ്ഞാൽ 7 ആയിരിക്കും ലാസ്റ്റ് എന്നുള്ളത്. അങ്ങനെ നമുക്ക് പാറ്റേൺ നോക്കാം. പക്ഷെ ഒരു പെർട്ടിക്കുലർ നമ്പേഴ്സ് ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ക്യൂബ് ആവുമെന്ന് പറയാൻ പറ്റില്ല. Now we are discussing the next question. Similar to squares, can you find the number of cubes with 1 digit, 2 digit and 3 digit? What do you observe here? So here we are going to compare with squares and cubes. So അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് സ്ക്വയേഴ്സ്, ക്യൂബ്സും. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് രണ്ടും തമ്മിലുള്ള ഒബ്സർവേഷൻ തമ്മിൽ കമ്പാരിസൺ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഡിജിറ്റ് സ്ക്വയർ ഏതൊക്കെയാണ്, 1 ഡിജിറ്റ് സ്ക്വയർ എത്രയൊക്കെയാണെന്ന് നോക്കാം. എത്ര 1 ഡിജിറ്റ് സ്ക്വയർ ഉണ്ട്?
3 1 ഡിജിറ്റ് സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പോൾ 1 ഡിജിറ്റ് ക്യൂബ് എത്ര എണ്ണം ഉണ്ട്? 1 ഡിജിറ്റ് ക്യൂബ് നമുക്ക് കിട്ടുന്നത് 2 എണ്ണമാണ്. ഇനി നമുക്ക് 2 ഡിജിറ്റ് സ്ക്വയർ നോക്കിയാലോ? ഇവിടെ നമുക്ക് നോക്കാം. 1 2 3 4 5 6 എണ്ണം ഉണ്ട്. 2 ഡിജിറ്റ് ക്യൂബോ? 2 ഡിജിറ്റ് ക്യൂബ്സ് നമുക്ക് കാണാൻ പറ്റും 2 എണ്ണേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്തത് 3 ഡിജിറ്റ് സ്ക്വയേഴ്സ് നോക്കിയാലോ? എത്ര 3 ഡിജിറ്റ് സ്ക്വയേഴ്സ് ഉണ്ട് നമ്പറിൽ? റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരെ ഉണ്ട് അതിൻ്റെ സ്ക്വയേഴ്സ് നമ്പേഴ്സ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 ഏകദേശം 22 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 3 ഡിജിറ്റ് ക്യൂബ്സ് എത്ര എണ്ണം ഉണ്ട് നോക്കി. 3 ഡിജിറ്റ് ക്യൂബ്സ് നമുക്ക് കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് 1 2 3 4 5 ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഇപ്പം തന്നെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്ക്വയേഴ്സിൻ്റെ നമ്പേഴ്സ് എപ്പോഴും കൂടുതലായിരിക്കും ക്യൂബ്സിൻ്റെ നമ്പേഴ്സിനെക്കാട്ടും, ഒരു റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ 2 ഡിജിറ്റിൻ്റെ നമ്പേഴ്സ് ആയാലും സ്ക്വയർ നമ്പേഴ്സാണ് കൂടുതൽ, ക്യൂബ്സ് കുറവാണ്. ഇവിടെ നോക്കിയ 3 ഡിജിറ്റോ അതിനേക്കാട്ടിലും കൂടുതലാണ് സ്ക്വയേഴ്സ് ഉള്ളത്, പക്ഷേ ക്യൂബ്സ് പിന്നെയും അത് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞു. ഇന്ന് 2 കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഒരേ റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കൂടുതലായിരിക്കും ക്യൂബിനേക്കാളിലും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യൂബ് പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യും. കണ്ടോ, 27 64 എത്തി. പക്ഷേ ഇവിടെ നമ്മൾ 25 64 എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു. അത് ഡയറക്റ്റ് സ്റ്റീപ്പർ ഇൻക്രീസ് ആയിരിക്കും ക്യൂബ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒബ്സർവ് ചെയ്യാം. ക്യൂബ്സ് ആർ ഫ്യൂവർ ദാൻ സ്ക്വയേഴ്സ് ഇൻ ദ സെയിം റേഞ്ച്. ക്യൂബ്സ് ഇൻക്രീസസ് മോർ സ്റ്റീപ്ലി ദാൻ സ്ക്വയേഴ്സ്. ഈ 2 ഒബ്സർവേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ക്യാൻ എ ക്യൂബ് എൻഡ് വിത്ത് എക്സാക്ട്ലി 2 zeros? അത് നമ്മൾ കണ്ടു. എക്സാക്ട്ലി 2 zeros എൻഡ് ചെയ്യണില്ല. സ്ക്വയറിലാണെങ്കിൽ എൻഡ് ചെയ്തിരുന്നു, പക്ഷേ ഇവിടെ ക്യൂബിൻ്റെ കാര്യമായതുകൊണ്ട് 3 പ്രാവശ്യം സീറോസ് വരും അല്ലേ? 3 പ്രാവശ്യം സീറോസ് വരുമ്പോൾ അത് 3 സീറോസും വരാതിരിക്കില്ല. അപ്പോൾ 3 zeros ആയിട്ടാണ് എൻഡ് ചെയ്യണത്, 2 zeros ആയിട്ടല്ല എൻഡ് ചെയ്യണത്. Now just we can take squares of fractions, decimals. നമ്മൾ നെഗറ്റീവ് നമ്പർ അതുപോലെ ഫ്രാക്ഷൻസ് നോക്കുകയാണ്, അതിൻ്റെ സ്ക്വയേഴ്സ് എന്താണെന്ന് ഇത് നമ്മൾ കണ്ടു അല്ലേ? സ്ക്വയേഴ്സ് പിന്നെ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സ് നമ്മൾ കണ്ടു മുന്നേ. അപ്പോൾ വി ക്യാൻ ഓൾസോ കമ്പ്യൂട്ട് ക്യൂബ്സ് ഓഫ് സച്ച് നമ്പർ. ഈ സെയിം നമ്പേഴ്സിൻ്റെ തന്നെ ക്യൂബ്സ് നമ്മൾ നോക്കിയാലോ? അപ്പോൾ നമുക്ക് ആദ്യം 4നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 times 4 times 4 64 കിട്ടും. അത് കഴിഞ്ഞിട്ട് താഴെ നമുക്ക് ഡിനോമിനേറ്ററിൽ 6 times 6 times 6 216 കിട്ടും. അപ്പോൾ ഇതായിരിക്കും 64/216 ആൻസർ കിട്ടും. ഇനി 13.08 ക്യൂബ് ആവുമ്പോൾ ഇത് പോയിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിന് പോയിൻറ്റ്സിനനുസരിച്ച് നമ്മൾക്ക് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് ഇതാണ്. അപ്പോൾ എത്ര ഇതിൻ്റെ ഡെസിമൽ പാർട്ടുണ്ട്? 1 2 3 4. ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസസ് ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ 6 പ്ലേസസ് ഉണ്ടാവും ഡെസിമലിന്. 1 2 3 4 5 6 6 പ്ലേസസ് ഉണ്ടാവും ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിന്. ഇനി -6 വരുമ്പോൾ -6 3 പ്രാവശ്യം -6 -6 36 വരും. 36 times -6. അപ്പോൾ അത് വീണ്ടും അത് നെഗറ്റീവ് നമ്പറായി മാറും 216. അപ്പോൾ അതൊരു നെഗറ്റീവ് നമ്പറിൻ്റെ ക്യൂബ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അങ്ങനൊരു ഇതും നമുക്ക് കിട്ടി.